കഷ്ടപ്പെട്ടു പഠിച്ച് ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ മാറ്റിവെച്ചുകൊണ്ട് SFI ഗുണ്ടാ നേതാക്കളെയും വിദ്യാർത്ഥികളെയും പാസാക്കി വിടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അധർമ്മം എവിടെ അധർമ്മം നടക്കുന്നുവോ ആ അധർമ്മത്തെ തച്ചുടച്ച് അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് വലിയ വലിയ മഹാന്മാർ ജനിച്ച ഒരു രാഷ്ട്രത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇന്നത്തെ ഈ കാലഘട്ടത്തില് അത്തരമൊരു അധർമ്മം നടക്കുമ്പോൾ അതിനെ തച്ചുടച്ചുകൊണ്ട് അതിനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ഇവിടെ ധർമ്മം സ്ഥാപിക്കുവാൻ ഇവിടെ ABVP ഉണ്ട് എന്ന് ഇവിടുത്തെ നാട്ടുകാരെയും കേരള സർക്കാരിനെയും പൊതുസമൂഹത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഇവിടെ ഒരു അധർമ്മം നടന്നാൽ അവിടെ ധർമ്മം സ്ഥാപിക്കേണ്ടത് എനിക്ക് മുന്നിലിരിക്കുന്ന ഓരോ ABVP പ്രവർത്തകരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ABVPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അരവിന്ദനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ABVPയുടെ ദേശീയ സംഘടനാ സെക്രട്ടറി ശ്രീ ആശിഷ് ചൗഹാൻജി, ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ NCT ശ്രീഹരി, ശ്രീ ശ്രാവൺ രാജ്, കല്യാണി ചന്ദ്രൻ, TV ആവണി, സ്റ്റെഫിൻ, കേരളത്തിന്റെ മണ്ണിൽ കഞ്ചന കുങ്കുമ കാവ്യ പതാക ഉയർത്തിപ്പിടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ചരിത്രമുറങ്ങുന്ന അനന്തപുരിയുടെ മണ്ണില് വിദ്യാർത്ഥി പരിഷത്തിന്റെ 38ാം സംസ്ഥാന സമ്മേളനത്തിനാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഈ സമയത്ത് അധികാരത്തിന്റെ ഹുങ്കില് എന്തും ചെയ്യാമെന്നൊരു വ്യാമോഹത്തോടു കൂടി ഇവിടുത്തെ പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ കേരളത്തില് ഭീകരവാദവും അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനത്തിന്റെയും ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഭാരതത്തിൽ ഇന്ന് നടക്കുന്ന ഇസ്ലാമിക ഭീകരത അതുപോലെ തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് എല്ലാ അന്വേഷണങ്ങളും എത്തി നിൽക്കുന്നത് ഇന്ന് ഈ ഭാരതത്തിന്റെ മണ്ണിലാണ്. ഈ അടുത്ത കാലത്ത് ഈ കോയമ്പത്തൂരില് ഭീകരവാദ പ്രവർത്തനം വലിയൊരു സ്ഫോടനം നടന്നു. ആ അന്വേഷണവും അവസാനം എത്തി നിൽക്കുന്നത് ഇന്ന് ഈ കേരളത്തിന്റെ മണ്ണിലാണ്. ഇന്ന് ഈ കേരളം ഭീകരവാദികൾക്കും ജിഹാദികൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇവിടുത്തെ പിണറായി സർക്കാർ തീരെഴുതി നൽകിയിരിക്കുകയാണ്. അധികാരത്തിന്റെ അപ്പക്കഷ്ടങ്ങൾ നുകരുവാൻ വേണ്ടി ജിഹാദികൾക്കും അതുപോലെ തന്നെ ഭീകരവാദികളുടെയും ചെരുപ്പുനക്കിയായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ പിണറായി സർക്കാരും കൂട്ടരും. നമുക്കറിയാം, കാഞ്ചന കുങ്കുമ കാവ്യ പതാക ഉയർത്തിപ്പിടിച്ചു ഈ ഭാരത മാതാവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ നമുക്ക് ഒട്ടനവധി പ്രവർത്തകരെയാണ് നഷ്ടപ്പെട്ടത്. ചെങ്ങന്നൂരിന്റെ മണ്ണില് പ്രിയ വിശാലേട്ടനെയും അതുപോലെ തന്നെ കണ്ണൂരിന്റെ മണ്ണില് സച്ചിനേട്ടനെയും, കണ്ണവത്തിന്റെ മണ്ണില് ശ്യാമേട്ടനെയും, പാലക്കാടിന്റെ മണ്ണിൽ സഞ്ജിത്തേട്ടനെയും, ആലപ്പുഴയുടെ മണ്ണില് രഞ്ജിത്തേട്ടനെയും, പാലക്കാടിന്റെ മണ്ണിൽ രഞ്ജിത്ത് ശ്രീനിവാസനേട്ടനെയും നഷ്ടപ്പെട്ട സമയത്ത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 2022 സംസ്ഥാന സമ്മേളനം പാലക്കാടിന്റെ മണ്ണിൽ നടന്ന സമയത്ത് ഈ ജിഹാദി സംഘടനയെ ഭാരതത്തിൽ നിന്ന് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ABVP ഒരു പ്രമേയം പാസാക്കി. ഇന്ന് ഈ അനന്തപുരിയുടെ മണ്ണില് ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടു കൂടി പറയുവാൻ വേണ്ടി സാധിക്കും, ഇന്ന് ABVPയുടെ കാഞ്ചന കുങ്കുമ കാവ്യ പതാക ഈ സമ്മേളനത്തിന് ഉയരുന്നതിന് മുമ്പ് തന്നെ ഈ കേരളത്തിൽ നിന്നല്ല, ഈ ഭാരതത്തിൽ നിന്ന് തന്നെ ഈ ജിഹാദികളെ, ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ നമുക്ക് തുടച്ചു നിൽക്കുവാൻ വേണ്ടി സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഘടനയെ നിരോധിച്ച സമയത്ത് ഇവിടുത്തെ ജിഹാദികളും അതുപോലെ തന്നെ SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ എന്ന SFI അതുപോലെ തന്നെ CPM പോലെയുള്ള സംഘടനകളിലെ ചേക്കേറിക്കൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ട് ഇന്നും മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ആ ഭീകരവാദ പ്രവർത്തനങ്ങളെ തടയുവാൻ വേണ്ടി കേരളത്തിൽ നല്ല ഇന്ന് ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഒരു സംഘടനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വിദ്യാർത്ഥികളെ അണിനിർത്തിക്കൊണ്ട്, വിദ്യാർത്ഥി ശക്തികൾ കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ വേണം ഈ സമരത്തിന് മുൻകൈ എടുക്കുവാൻ വേണ്ടി ശക്തമായ പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട് ജിഹാദികളെ ഈ ക്യാമ്പസിൽ നിന്നും ഈ
ഭാരതത്തിൽ നിന്നും തീർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ക്യാമ്പസുകളിൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി, ക്യാമ്പസുകളിൽ നിന്ന് ജിഹാദികളെ തുരത്തിക്കൊണ്ട് ശക്തമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ABVPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കല്യാണി ചന്ദ്രനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ദേശീയ സംഘടനാ കാര്യദർശി ശ്രീ ആശിഷ് ചൗഹാൻജി, സംസ്ഥാന സെക്രട്ടറി ശ്രീ NCT ശ്രീഹരി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ അരവിന്ദ്, സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ ശ്രവൺ, സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ ആവണി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ, ജില്ലാ കമ്മിറ്റി അംഗം ഗൗരി, ഇവിടെ കൂടിയിട്ടുള്ള അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ നമസ്കാരം. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ. അങ്ങ് ഡൽഹിയിലുള്ള നിർഭയയ്ക്ക് വേണ്ടി നമ്മളിവിടെ 1000 മെഴുകുതിരികൾ കത്തിച്ചിരുന്നു. എന്നാൽ കുന്തുമത്ത് കിടക്കുന്ന കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കാനിടയായി. അതിനെതിരെ നമ്മുടെ ഗവൺമെന്റ് വലിയ പണച്ചെലവിൽ വനിതാ മതിലെല്ലാം കെട്ടുകയുണ്ടായി. അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ സ്ത്രീ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല നമ്മുടെ സർക്കാർ. നിങ്ങൾക്ക് സമസ്തയുടെ പൊതുപരിപാടിയിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ട വിഷയം നമ്മളെല്ലാവർക്കും അറിയാം. സാനിയ മിർസയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെന്നീസ് കളിക്കാരി സാനിയ മിർസയല്ല, അങ്ങ് UP-യിൽ യുദ്ധവിമാനം പാറിപ്പിക്കുന്ന സാനിയ മിർസ. ആ മുസ്ലിം സഹോദരി ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ കാവൽക്കാരിയായിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഈ കേരള മണ്ണിലുള്ള മുസ്ലിം സഹോദരിമാർ പൊതുസമൂഹത്തിൽ അപമാനിക്കപ്പെടുകയാണ്. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് സ്ത്രീകൾക്ക് വേണ്ടി, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി, സഹോദരികൾക്ക് വേണ്ടി മിഷൻ സാഹസി പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും കാലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരികൾക്ക് വേണ്ടി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഇനി മുൻപിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സ്ത്രീ ശക്തി ഇനിയും ഉയരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ NCT ശ്രീഹരിയെ ക്ഷണിക്കുന്നു. बोलो भारत माता के, बोलो भारत माता के, वंदे वंदे. വേദിയിലിരിക്കുന്ന ABVP ദേശീയ സംഘടനാ സെക്രട്ടറി ശ്രീ ആശിഷ് ജി, കേന്ദ്ര പ്രവർത്തക സമിതി അംഗം ശ്രീ ശ്രാവൺ, ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ അരവിന്ദ്, കുമാരി കല്യാണി, ശ്രീ കുമാരി ആവണി, ഗൗരി, ABVP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്റ്റീഫൻ, മറ്റ് സ്നേഹം നിറഞ്ഞ ABVPയുടെ കരുത്തരായ സാരഥികളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം. മകരമാസത്തിലെ കത്തുന്ന വെയിലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ദേശീയതയുടെ ചുടുരക്തം ശിരകളിലോടുന്ന നമ്മൾ ഓരോരുത്തരും അറബിക്കടലിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ജനസാഗരം തീർത്ത നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. ABVPയെ പറ്റി പറയുന്ന സമയത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ദേശീയതയുടെ ഇടിമുഴക്കാവുന്ന
ദേശീയതയുടെ ശബ്ദമാവുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വന്ദേമാതരത്തിന്റെ മന്ത്രധ്വനികൾ കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തെ പോലും വിറപ്പിച്ച പ്രസ്ഥാനം, കാശ്മീരകത്ത് തീവ്രവാദി പ്രസ്ഥാനങ്ങൾ ദേശീയ പതാക പാറിപ്പറപ്പിക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ ഫത്വ ഏറ്റെടുത്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് 10,000-കണക്കിന് പ്രവർത്തകരെ ചേർത്തുകൊണ്ട് കാശ്മീരിനകത്ത് ഇന്ത്യൻ മൂവർണ്ണ കൊടി പാറിപ്പറപ്പിച്ച പ്രസ്ഥാനം അതാണ് ABVP, അതാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. ഇവിടുത്തെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരോട്, ഇവിടുത്തെ വിദ്യാർത്ഥി സഹോദരങ്ങളോട്, എന്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ ABVPയിലേക്ക് വിടൂ. എന്തിനെന്നല്ലേ, കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇവിടുത്തെ ഭരണപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനകളിലെ നേതാക്കന്മാരായിട്ടുള്ള ആളുകള് ഇവിടുത്തെ കലാലയത്തിനകത്ത് ലഹരിയും കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് പേക്കൂത്താടിയ സമയത്ത് ABVP മുന്നോട്ട് വെക്കുന്ന ആവശ്യം, സ്വാമി വിവേകാനന്ദനെ പോലെ ABVP മുന്നോട്ട് വെക്കുന്ന ആദർശം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ മുന്നോട്ട് വെക്കുന്ന ദേശീയതയുടെ പ്രവർത്തകരായി വരുവാൻ വേണ്ടിയിട്ട് ഭാരതത്തിന്റെ മൂവർണ്ണ കൊടി ഉയർത്തിപ്പിടിക്കുവാൻ ക്യാമ്പസുകളിൽ ദേശീയതയുടെ ശബ്ദമാവുന്ന പ്രവർത്തകരെയാണ് ABVP വാർത്തെടുക്കുന്നത്. ആ മാതൃകയാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ ABVP വെക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് മുന്നേ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഒന്നാമതായിരുന്നു. ഇന്നും ഇന്നലെയും വന്ന ഗവൺമെന്റുകള് പൊരുതു നേടിയ, അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നത് പോലെ അവർ നേടിത്തന്ന കാര്യമല്ല. പണ്ട് തിരുവിതാംകൂർ ഉണ്ടാകുന്ന കാലം തൊട്ട് ഇവിടെ വിദ്യാഭ്യാസത്തിൽ ഒന്നാമതായിരുന്നു. ഇന്ന് എന്താണ് അവസ്ഥ? കേരളത്തിലെ വിദ്യാർത്ഥികള് 1,00,000-ലധികം വിദ്യാർത്ഥി ബിരുദ സീറ്റുകളാണ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് സീറ്റ് കിട്ടാതെ നെട്ടോട്ടമോടുന്ന കേരളത്തില് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടുത്തെ സർവകലാശാലകള് പാർട്ടി സഖാക്കന്മാരുടെ ഭാര്യ നിയമന കമ്മീഷനായിട്ട് സർവകലാശാലകൾ മാറിയിരിക്കുന്നു. അവര് അവിടെ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. KK രാഗേഷിന്റെ ഭാര്യയ്ക്ക് പ്രിയ വർഗീസ് എന്ന് പറയുന്ന CPM സഹയാത്രികയ്ക്ക് ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ആള്, ഒന്നാമതുണ്ടായിരുന്ന ആള് 600 മാർക്കിന് മുകളിൽ വാങ്ങിയ സമയത്ത് ഈ പ്രിയ വർഗീസ് 152 മാർക്ക് വാങ്ങിയ ആള് ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് ശീർഷാസനം ചെയ്ത് ഒന്നാമതെത്തി ഇവിടുത്തെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പോവുകയാണ്. പഠിക്കാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികള് MG യൂണിവേഴ്സിറ്റിക്കകത്ത് പഠിച്ച് വീട്ടിനകത്തുനിന്ന് നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? കഷ്ടപ്പെട്ട് അച്ഛനമ്മമാര്, രക്ഷിതാക്കള് മക്കളെ കോളേജുകളിൽ അയച്ചിട്ട് പഠിച്ച് പാസ്സായിട്ട് MBA സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സർവകലാശാലയ്ക്ക് 1.5 ലക്ഷം കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. ആ സമയത്ത് പ്രതികരിക്കുവാൻ മാളത്തിലൊളിച്ച ഒരു വിദ്യാർത്ഥി സംഘടനയും ഉണ്ടായിട്ടില്ല. ABVP മുന്നിട്ട് നിന്നു. കൈക്കൂലിക്കാരിയായിട്ടുള്ള സർവകലാശാല ജീവനക്കാരിയായ LCയെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് ABVP നടത്തിയ മാർച്ചില് 23 ABVP പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറുകള് തെരുവുകളില്, നമ്മൾ ഇന്ന് എഴുതുന്ന പരീക്ഷ നാളെ ഇവിടുത്തെ തെരുവുകളിൽ പാറിപ്പറക്കുന്ന അവസ്ഥ. ആയിരക്കണക്കിന് പരീക്ഷാ പേപ്പറുകള് ആഴ്ചകൾ തോറും, ഒന്നും രണ്ടുമല്ല, നിത്യസംഭവമായ സമയത്ത് അന്നും അധികാരത്തിന്റെ ദണ്ഡഗോപുരങ്ങളെ അടിച്ചു തകർത്ത ഒറ്റ പ്രസ്ഥാനം, അതിന്റെ പേരാണ് ABVP. അന്നും ABVPയുടെ 15ഓളം പ്രവർത്തകര് ജയിൽവാസം അനുഷ്ഠിക്കുകയുണ്ടായി. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സമയത്ത്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവിടെയൊക്കെ ഈ 4 അക്ഷരം നിങ്ങൾക്ക് എന്നും മുഴങ്ങിക്കേൾക്കാൻ സാധിക്കും. അതാണ് ABVP. നേരെ മറിച്ച് കഴിഞ്ഞ 7 വർഷത്തെ രാജ്യത്തിന്റെ അവസ്ഥ നോക്കുന്ന സമയത്ത് പുതുതായിട്ട് 7ഓളം IITകളാണ്, 16ഓളം എയിംസ്, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ദേശീയ വിദ്യാഭ്യാസ നയം പോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കേരളത്തിന്റെ മണ്ണിലേക്ക്, രാജ്യത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്ന സമയത്ത് പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിൽ കേരള സർക്കാർ പെരുമാറുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ശബ്ദമാവേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും ക്യാമ്പസിനകത്ത് നമ്മൾ വിദ്യാർത്ഥികളുടെ ശബ്ദമായിട്ട് മാറേണ്ടതുണ്ട്.
ഇവിടെ ഈ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സമയത്ത് മറുപടി പറയാതിരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷം ചില അക്രമകാരികള് ഇടതുപക്ഷത്തിന്റെ വെള്ളാളന്മാരെ ആയുധങ്ങളുമായിട്ട് ABVP ഓഫീസിലേക്ക് അതിക്രമിച്ച് കിടന്ന സമയത്ത് അതിന് മറുപടി നൽകുവാനും ഈ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മണ്ണില്. അതേപോലെ കലോത്സവം, പിഞ്ചു കുട്ടികളുടെ കലോത്സവം കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഭക്ഷണം നന്നായില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? എരിവ് കൂടിപ്പോയി, എരിവ് കുറഞ്ഞുപോയി, ഉപ്പ് കൂടിപ്പോയി. നമ്മൾ അങ്ങനെയാണ് ഭക്ഷണത്തെ വിലയിരുത്തുക. പക്ഷേ ഇടതുപക്ഷത്തോടൊപ്പം നടക്കുന്ന ബുദ്ധിജീവികളെന്ന് കപട പുരോഗമനവാദികളെന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകള് ഭക്ഷണം മോശമാകുന്നത് ജാതി തിരിച്ച് കേരളത്തിന്റെ മണ്ണിൽ പച്ചയ്ക്ക് ജാതി പറഞ്ഞ് അയിത്തം കൽപ്പിക്കുന്നത് ആരാണ്? ഈ അനന്തപുരിയുടെ മണ്ണില്, ഈ തിരുവനന്തപുരം കോർപ്പറേഷന് മുമ്പില് ജാതി തിരിച്ച് ഫുട്ബോൾ ടീം അനൗൺസ് ചെയ്തുകൊണ്ട് നിന്ന സമയത്തും പ്രതിരോധിക്കുവാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് ABVPയുടെ ചുടക്കുട്ടികളാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം. നമ്മുടെ സഹോദരങ്ങളാണ്. എവിടെയും ക്യാമ്പസിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ അനീതിക്കെതിരെ എന്നും ശബ്ദമുയർത്തിയ പ്രസ്ഥാനം അതാണ് ABVP, അതാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. അതിനോടൊപ്പം നിങ്ങളേവരും അണിനിരക്കേണ്ടത് രാജ്യത്തിന് ആവശ്യമാണ്. ABVP 75ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സമഗ്ര വിദ്യാഭ്യാസം സ്വാശ്രയ ഭാരതം ABVPയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ മുദ്രാവാക്യമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ABVPയുടെ ഭാഗത്തുനിന്ന്, സ്റ്റാർട്ടപ്പ് പോലെയുള്ള പ്രവർത്തനങ്ങളെ പിന്തുണക്കുന്നതിന് വേണ്ടിയിട്ട് സാവിഷ്കാർ, അത്തരത്തില് വിദ്യാർത്ഥികളെ ജോലി നേടുന്നവരിൽ നിന്ന് ജോലി കൊടുക്കുന്നവരിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ABVP ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നു. ABVP പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ ദിവസം ABVPയുടെ പെൺകുട്ടികള് അട്ടപ്പാടിയിലെ കതിരമ്പതി ഊരിനകത്ത് കയറി ചെന്നു. 100 കണക്കിന് ഊരിലെ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് അവിടെ നമ്മൾ ഈ പറഞ്ഞ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന സമയത്ത് പഴകിയ കീറത്തുണി പോലും ഉപയോഗിക്കാതെ മെൻസസിനെ ആർത്തവത്തെ നേരിടുന്ന ആ സമൂഹത്തിനകത്തും ABVPയുടെ പെൺകുട്ടികൾ കയറി ചെന്ന് 100ലധികം വീടുകളിൽ 2 ദിവസത്തോളം സർവേ എടുത്തുകൊണ്ട് അവിടെ മെൻസ്ട്രൽ ഹൈജീനെ പറ്റി ക്ലാസ് എടുത്തതും ABVP ആയിരുന്നു. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എന്നും അഭിമാനിക്കാം. ABVP എന്ന് പറയുന്ന പ്രസ്ഥാനം, ഈ ദേശീയതയുടെ പതാകവാഹകരായിരിക്കുന്ന പ്രസ്ഥാനം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും അതിനെതിരെ പ്രതികരിക്കുവാൻ എന്നും മുൻപന്തിയിലുണ്ടാകും. നമ്മളെന്നും വിളിക്കുന്ന മുദ്രാവാക്യം വന്ദേ മാതരം. ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് അടിയുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അപാകതകൾക്കെതിരെ, അക്കാദമിക് കലണ്ടർ അടക്കമുള്ള വിഷയങ്ങൾക്കെതിരെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ. പണ്ട് കോഴിക്കോട്ടെ കോയമാർക്കും പാലയിലെ പാതിരിമാർക്കും സമസ്ത കേരള നായന്മാർക്കും SNDP ഭക്തന്മാർക്കും കേരളത്തിലെ വിദ്യാഭ്യാസം അടിയറ വെക്കില്ല എന്ന് പറഞ്ഞു പാടി നടന്നവര് ഇന്ന് സാമുദായിക മതപ്രീണ സംഘടനകൾക്ക് വേണ്ടിയിട്ട് അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ. എയ്ഡഡ് കോളേജിലെ മുഴുവൻ നിയമനങ്ങളും PSCക്ക് വിടണം. അതേപോലെ കേരളത്തിനകത്ത് കഴിഞ്ഞ ദിവസം രാജ്യത്തൊട്ടാകെ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് കേരളത്തിനകത്ത് സ്വാഗതം ചെയ്തു. നല്ല കാര്യം. അതേസമയം കുത്തുപറമ്പ് രക്തസാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ഇന്നും ജീവച്ചവമായി കിടക്കുന്നവരെ ഒന്നോർത്തു നോക്കൂ. കപട രാഷ്ട്രീയവാദമാണ്. അതിനെ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് തുറന്നു കാട്ടാൻ സാധിക്കണം. നാളെയുടെ കരുത്താവാൻ, ഇന്നിന്റെ കരുത്താവാൻ, ഇന്നത്തെ പൗരനാവാൻ നിങ്ങളേവരെയും ABVPയുടെ ദീപശിഖാങ്കിത കാവ്യ പതാക വാനിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ക്യാമ്പസുകളെയും ദേശീയതയുടെ വക്താക്കളാക്കാൻ സ്വാഗതം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വന്ദേ മാതരം. അടുത്തതായിട്ട് ഈ പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ABVPയുടെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ ശ്രാവൺ രാജിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ,
എൻ്റെ മുന്നിലിരിക്കുന്ന കാര്യകർത്തൃ അനുഭാവി സുഹൃത്തുക്കളെ ഏവർക്കും നമസ്കാരം. ഭാരതം ഇന്ന് വീര സവർക്കർ പറഞ്ഞതുപോലെ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരതം സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്നു. ABVP സ്ഥാപിച്ചതിൻ്റെ 75-ാം വർഷത്തിലൂടെ നാം ഇന്ന് ഇവിടെ കടന്നു പോകുന്നു. G20 എന്ന് പറയുന്ന മഹാസമ്മേളനത്തിന് ഭാരതം ഇന്ന് വേദിയാവുന്നു. G20-യുടെ ആശയം തന്നെ എടുത്തു നോക്കിയാൽ അതിൽ വ്യക്തമാണ് ഭാരതം എന്താണ് ഈ ലോക സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്ന്. 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ, അതായത് വസുദൈവ കുടുംബകം എന്ന് പറയുന്ന സങ്കല്പത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭാരതം വരവേൽക്കുകയാണ് ലോകത്തെ. ലോക ജനസംഖ്യയുടെ 2% ഭാഗം വരുന്ന ഈ മഹാരാജ്യങ്ങളെല്ലാം ഇന്ന് ഭാരതത്തിൽ അണിനിരക്കുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഭാരതത്തിന്റെ പൈതൃകവും ഭാരതത്തിന്റെ സംസ്കാരവും എന്താണെന്ന്. APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞു, ഡ്രീം ഓഫ് യൂത്ത് ടുഡേ ഈസ് ദ ഡെസ്റ്റിനി ഓഫ് നേഷൻസ് ടുമോറോ എന്ന്. അത് തന്നെയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് കഴിഞ്ഞ 75 വർഷക്കാലമായി ഭാരതത്തിലുടനീളമുള്ള ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനവും. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടു, ഹൗ ഷുഡ് ഇന്ത്യ ബി ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരുടെ ഒരു എന്താണ് ഭാവി ഇന്ത്യ കാഴ്ചപ്പെടുത്തിക്കൊണ്ടൊരു രൂപരേഖ തന്നെ സൃഷ്ടിച്ചു, ഭാരതത്തെ തകർത്തുകൊണ്ട്. പക്ഷേ ABVP അതിന് മറുപടിയായി രാഷ്ട്ര പുനർനിർമ്മാണം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് ക്യാമ്പസുകളിൽ രാഷ്ട്രത്തിനായി പൊരുതുന്ന മനസ്സുകളെ സൃഷ്ടിക്കാനുള്ള പോരാട്ടം തുടങ്ങിയിട്ട് ഇന്ന് 75 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഈ ABVPയുടെയും ഈ യാത്ര തുടങ്ങിയിട്ട് 75 വർഷക്കാലമല്ല ആയിരിക്കുന്നത്. ഏകനാഥ റാണഡജി ഒരിക്കൽ പറഞ്ഞിരുന്നു, അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ ഒരു കോൺടെസ്റ്റിൽ വെച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ ഇന്നത് ABVPയുടെ ഒരു കോൺടെസ്റ്റിലേക്ക് തിരുത്തി പറയാം. അതായത് സ്വാമി വിവേകാനന്ദൻ തുടർന്നു വെച്ച പ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വർക്ക് മാത്രമാണ് ഇന്ന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ക്യാമ്പസുകളിലൂടെ നടത്തിക്കൊണ്ടു വരുന്നത്. ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. സ്വാമി വിവേകാനന്ദൻ എന്താണോ പറഞ്ഞത്, എന്താണോ നമ്മെ ശീലിപ്പിച്ചു തന്നത്, ആ ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ നമ്മുടെ കലാലയങ്ങളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥിതികളെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ ഗവേഷണത്തിന്റെ നിലവാരം എന്താണ്. MG യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ PhD തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ നിരാഹാരം സമരം കിടക്കുന്നൊരു കാഴ്ച. കേരളത്തിലെ ഈവൻ അസോസിയേറ്റ് പ്രൊഫസർ റാങ്കിലുള്ള അധ്യാപകർക്ക് ഗൈഡ്ഷിപ്പ് ഇല്ലാത്തൊരവസ്ഥ. എത്രമാത്രം തുകയാണ് ഗവേഷണത്തിനായി കേരള സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ABVPയുടെ ദേശീയ സമ്മേളനത്തിൽ ABVP കേന്ദ്ര സർക്കാരോട് മുന്നിൽ വെച്ചൊരു കാര്യമുണ്ട്. അതായത് ഭാരതത്തിന്റെ ടോട്ടൽ GDPയിൽ 2% റിസർച്ചിന് മാത്രമായി നൽകണമെന്ന്. ഇത്രയും നട്ടലുണ്ടോ ഇവിടെയുള്ള ഭരണപക്ഷത്തോട് പറയാൻ ഇവിടത്തെ SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ബഡ്ജറ്റിന്റെ 2, 3, 4, 5% തുക റിസർച്ചിനായി മാറ്റിവെക്കാൻ പറയാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കേരള ചരിത്രത്തിന്റെ റിസർച്ചും ഗവേഷണവും കേരള ചരിത്രവും എടുത്തു നോക്കിയാൽ കേരളത്തിന് എത്ര ക്വാളിറ്റിയുള്ള തീസിസുകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദേശത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ എത്ര തരത്തിലുള്ള റിസർച്ചുകൾ കേരളത്തിന്റെ കലാലയങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം വിദ്യാർത്ഥി സമൂഹം എന്ന നിലയിൽ നാം ചൂണ്ടിക്കാട്ടേണ്ട വിഷയങ്ങളാണ്. ഇവിടെ എനിക്ക് കുറച്ച് 1-2 കാര്യങ്ങൾ കൂടി പറയുവാനുള്ളൂ. കേരളത്തിന്റെ ABVP എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം വരും തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ MG കോളേജും VTM കോളേജുമെല്ലാം. ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ വരുന്ന 1 വർഷത്തെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മൂലം
കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളും VTM-ഉം തിരുവനന്തപുരത്തിന്റെ MG കലാലയവും ആക്കി മാറ്റുവാനുള്ള പ്രവർത്തനമാണ് ഇന്നിവിടെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് തുടങ്ങുന്നത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, രാമനും സീതയുമില്ലാത്ത രാമായണം ഞാൻ കേട്ടിട്ടില്ല, ശ്രീകൃഷ്ണനില്ലാത്ത മഹാഭാരതം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തില്ലാത്ത ഒരു ചരിത്രവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഭാരതത്തിന്റെ വിദ്യാർത്ഥി ചരിത്രം എടുത്തു നോക്കിയാൽ അതിൽ കാണാം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പങ്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വരുന്ന കാലത്തിൽ നമ്മൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഇന്നു കാണുന്ന കമ്മ്യൂണിസ്റ്റിന്റെ ചുവന്ന കൊടിയിൽ അവർ പെയിന്റ് അടിച്ചിട്ട് വന്ന കൊടികളൊന്നുമല്ല അത്. കേരളത്തിലെ സംഘ ABVP കാര്യകർത്താക്കളുടെ രക്തം ചിന്നിച്ചിതറിക്കൊണ്ടുള്ള ആ ഒരു ചുവപ്പ് പതാക കാവിയാവാൻ ഇനി അധികം സമയമൊന്നും വേണ്ട. അതിനുള്ള സമയം ഇതാ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിണറായി സർക്കാരെ താങ്കൾ തുടങ്ങിക്കോ, താങ്കളുടെ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. വന്ദേ മാതരം. അടുത്തതായിട്ട് ഈ പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായിട്ട് ABVPയുടെ ദേശീയ സംഘടനാ കാര്യദർശി ശ്രീ ആശിഷ് ചൗഹാൻജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. All of us sitting here will raise our hands, will raise slogan with me. We raise our both hands. बोलिए भारत माता की, भारत माता की, वंदे वंदे वंदे. At this prestigious dais of 38th State Conference of Akhil Bharatiya Vidyarthi Parishad Kerala, in this public reception, seated on the dais, Center Working Committee member, student leader from Hyderabad Central University, Shri Shravan B. Raj, leader of Akhil Bharatiya Vidyarthi Parishad Kerala, our brother Shri NCT Shri Hari, leaders, student leaders from various campuses, Shri Aravind Ji, Kumari Kalyani Chandran, Kumari TV Avani, Shri Stephen, our sister Gauri, senior functionaries of Akhil Bharatiya Vidyarthi Parishad Kerala State, office bearers, student leaders, karyakartas, brothers and sisters from nook and cranny of Kerala, members of the media, policemen, security personnel, and people of Thiruvananthapuram who are able to listen to me in their own places. Friends, I have come here after a gap of almost 5 years. I was here on 11th of November 2017 when ABVP has hosted Grand Chalo Kerala Maharali at this very ground, when 40,000 students from all over India had come demanding the democracy in our state of Kerala. Students from nook and cranny of our country, they had come because they wanted to tell Pinarayi government that this bloodshed that left terror must stop in our state. The martyrs of Sangha and Vidyarthi Parishad ideology, more than 200 sacrifices have been done in last 6 decades. ABVP had come to give a warning to this left front government who on one side say that they stand for democracy, they stand for peace, they stand for study and struggle. We had come to tell them that if you believe in India's constitution, if you ever respect Dr. Ambedkar ji's constitution, you should allow each and every organization
to function in the state. We had come to raise awareness about one other radical institution coming up in our state. Speakers before me had rightly mentioned name of PFI. My dear friends, I am also concerned while standing here in front of you, why it is so that my Muslim brothers from Kerala are in highest numbers in ISIS. Why it is so that our security agencies have told many a times that there are more number of Muslim brothers and sisters joining ISIS than any other place in India. Though our brothers, our communities are there all across India, but this pathetic situation is here because our state, our intellectuals, our academician and this left front government and even earlier UDF governments, they were keeping their eyes shut to the realities on the ground. They were like the ostrich who had put their head in the sand. They never wanted to discuss about realities of Mopla riots. They never wanted to discuss about radicalism in our campuses. They never wanted to discuss how curricula is being taught in the name of religion and culture. It is Akhil Bharatiya Vidyarthi Parishad who wanted to raise awareness, and while we were raising this awareness, we have lost our karyakartas to this radical jihadism in our state also. I remember our karyakarta Vishal for that sake. I remember our karyakarta Sachin for that sake. My dear friends, Akhil Bharatiya Vidyarthi Parishad is standing here to raise awareness about all these issues. I had come here, when I stand here after a gap of 5 years, a lot of water has gone down in the rivers of Kaveri, Ganga, all the rivers of India. So many things have passed. But my dear friends, the concerns of students in the academic field are still alive, still standing. When it comes to universities of our states, universities all across India, state governments are happy creating vote populism programs which will suffice their votes. Nobody is ready to give money to our state universities and campuses. Nobody is ever bothered about that infrastructure in our university should be better. Nobody is bothered about whether there should be equipments in our labs. This is the pathetic situation of our state, which state boasts highest number of, in terms of literacy, highest number of academic graduates and researchers. In coming years, this is going to be one of the key concerns. Throughout India, we have 40,000 colleges, 1,000 plus universities, 11,000 standalone institutes. But we are not ready to give them enough money. Speakers before me, Shravan Rajji has rightly mentioned, we are not giving money, we are only giving 0.69% of GDP for research. And where we are going to compete with China, where we are going to compete with US, where we are going to compete with South Korea, how we will compete with Israel for that matter, where they are giving 4.5% of their GDP towards research. I appeal all of you, you should question our state government here. You should govern this LDF government and UDF governments also. You should ask these people why the money which has been taken away from us in terms of taxes, in terms of income tax from our parents, that same money should be invested back in education, because our forefather had asked, even the Kothari Commission had said 6% of GDP should be given to the education, and particularly they mentioned 2% of investment should have been done in higher education and research. My dear friends, if you see this 2 years, the time of Corona which has passed in between, where we are standing as a organized unit of students in campuses throughout Kerala,
we are raising slogans about quality of education. We are concerned about whether classes have started in our campuses. We are concerned about teaching process in our campuses. My dear friends, in 2 years, we are one of the key organizations who are speaking about it. All of us who are sitting here, don't you remember the time when all other organizations, whether it is from the left or whether it is from the Congress side, they, in times of Corona, had given about quality of education. They wanted mass promotion. They wanted that no exam is taken. They wanted that no evaluation is done. For them, mass promotion was the only way. But Akhil Bharatiya Vidyarthi Parishad was the only organization who stood, who again demanded that we should have evaluation process and then only the degree should be given. And today, these people are speaking about national education policy. They are claiming that quality of education will be reduced. They are the very people who compromised on the quality of education during Corona. And Akhil Bharatiya Vidyarthi Parishad is consistently raising this issue during Corona and even after Corona, when Akhil Bharatiya Vidyarthi Parishad initiated its Adhiveshan and programs, we have taken resolution on this issue. My dear friends, Akhil Bharatiya Vidyarthi Parishad is very consistent on these demands. On one front, left intellectuals tells us, they are telling us that there will be saffronization of education under NEP. I'm asking them, what kind of saffronism you are asking? What kind of saffronism you are stating? History of our NCERT books still talks about Delhi. It is marred with the history of India as a landlocked history. Various intellectuals have said we lack a sizable quality of literature about our seafarer history, history of our southern kingdoms, history of Kerala, history of Tamil Nadu, history of our Nayak kingdoms of Odisha. And all these kingdoms are hidden from the documents and literature of our NCERT books. Those are not taught in colleges. But friends of Pinarayi Vijayan, whether you call Irfan Habib, his comrades including Romila Thapar, his comrades including Bipin Chandra, they were the Marxist historian who made this literature, and for 7.5 decades they peddled this history in the minds of youngsters of India. And now, if you ask someone what is Ponniyin Selvam, it took 7.5 decades, 75 years, and a Tamil film to tell them that Ponniyin Selvam is about Rajendra Chola. It is about the Chola kingdom. I'm asking you whether you read enough of Pandyan Rajas, whether you know Rashtrakutas for that sake, whether you know about the history of our country from a perspective that it was the India which dominated whole of the Indian Ocean rim. And if this true history is to be told, if this true history is to be researched, if this true history is to be deliberated, debated in our college campuses, in our schools, in our universities, leftists will obviously call it saffronization. My dear friends, this is their duality. This is their lackluster approach, and we should question them. We should question them because they are the very people who are bedding with colonizers, and they are continuing that Macaulay education, and they wanted to continue make us the clerks of colonial powers. My dear friends, one of the apathy of this left intelligentsia, left leadership in our country is that on one side they say there is a divide between North and South.
On one side, they object to use of Hindi. On one side, they object to the powers in Delhi. But on the other side, when engineering and medicine is started in our languages, our Indian languages, Marathi students can now learn engineering in the Marathi language. In Madhya Pradesh, you can do MBBS in Hindi. In Odisha, you can actually start engineering in Odia. If such steps are taken, I am asking Pinarayi Vijayan, why is he not starting BTech and MBBS in Malayalam Bhasha? Because they themselves are against Malayalam, they themselves are against Tamil, they themselves are against Kannada, they themselves are against Telugu, and this is only a hogwash, eyewash for all of us, and we should knock out all these leftists and these pseudo-secular out of their political seats. My dear friends, this today's rally after a gap of Corona hiatus is a clarion call to all these people who are there in the big seats. We should question them. We should question them all of these aspects. And at this 75th year of India's independence, at this very time when India is having leadership in G20, at this very time when throughout the globe, world is listening to India, we should rise up, we should stand, we should present the glory of India in front of our people. With this appeal, I again appeal you to raise slogan with me, Bharat Mata Ki, Bharat Mata Ki, Bharat Mata Ki. धन्यवाद, जय हिंद। ഈ പൊതുസമ്മേളനത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ABVPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഗൗരി BRനെ ക്ഷണിക്കുന്നു. നമസ്തേ. ABVPയുടെ 38ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി അനന്തപുരിയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നന്ദി അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ദേശീയ സംഘടനാ കാര്യദർശി ശ്രീ ആശിഷ് ചൗഹാൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ NCT ശ്രീഹരി, സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ B ശ്രാവൺ രാജ്, സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അരവിന്ദ് എസ്, സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി കല്യാണി ചന്ദ്രൻ, സംസ്ഥാന സഹവിദ്യാർത്ഥിനി പ്രമുഖ് TV ആവണി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ സ്റ്റെഫിൻ സ്റ്റീഫൻ എന്നിവർക്ക് ABVPയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സഹോദരീ സഹോദരന്മാർക്കും നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പൊതുസമ്മേളനം അവസാനിച്ചിരിക്കുന്നു. സൂചനയുണ്ട്, ഡെലിഗേറ്റ്സിന് തിരിച്ചു പോകാനുള്ള വാഹനം പുറത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. വാഹനം വന്ന ഉടൻ തന്നെ എല്ലാവരും കയറി പോകേണ്ടതാണ്. ഇവിടെ ഫ്രണ്ടിൽ പാർക്കിംഗ് സൗകര്യമില്ല. അകലെ അകലെ ശംഖൊലി കേൾക്കാം വീരരവിന്ദരമുണ്ട് ഉയരെ ഉയരെ